ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാജുവേഷനാണ്. ഞാൻ ഫൈനലി ഒരു ലോയറായി. ഞാൻ കോൺവക്കേറ്റ് ചെയ്യാൻ പോകണം, ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകണം. അപ്പം അത് പ്രമാണിച്ച് നമുക്ക് ഗ്രാജുവേഷന് വൈറ്റ് സാരിയാണ് കൊടുക്കണ്ടേ, വേറൊരു കളർ സാരിയും പറ്റത്തില്ല. അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. എൻ്റെ ചേച്ചിയുടെയൊക്കെ ഗ്രാജുവേഷൻ അവർക്ക് എന്ത് വേണേലും ഇടുമായിരുന്നു. ഐ മീൻ എന്ത് വെറൈറ്റി കളേഴ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വൈറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തു എൻ്റെ നഖം പോയിട്ട് നെയിൽസ് ചെയ്യാമെന്ന് ഓർത്തു. നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നഖം കുറച്ച് വൃത്തിയായിട്ട് നോട്ടെന്ന് ഞാൻ ഇപ്പം ഞാൻ മുകളിലേക്ക് കയറി നോട്ടോ ഇങ്ങനെ കിടക്കുന്നത്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് നഖം നീട്ടുന്ന ഒരാളായിരുന്നു. നഖം നീട്ടും, അത്ര ഓവർ ലെങ്ത് അല്ല, പക്ഷേ നഖം നീട്ടിയിട്ട് എന്താ പറയുക, ഏതെങ്കിലും ഒന്ന് ഒടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്കാരോ നഷ്ടപ്പെട്ട പോലത്തെ സങ്കടമാണ് എൻ്റെ നഖം എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബിക്കോസ് എനിക്ക് നഖം നമ്മളത്ര നോറ്റിരുന്ന് വളർത്തുന്നതാണല്ലോ. അപ്പോൾ അതെങ്ങാനും ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബിക്കോസ് ഒരെണ്ണത്തിൽ മാത്രം നഖമില്ലാണ്ട് നല്ല ബോറാണ് കാണാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് തവണ എൻ്റെ ഈ ഇൻഡെക്സ് ഫിംഗർ പൊട്ടി 2-3 തവണ നെയിൽ. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇനി സങ്കടം വരാൻ വയ്യ എന്നോർത്തിട്ടാണ് ഞാൻ നഖം നീട്ടുന്നത് നിർത്തിയത്. അതിന് ശേഷം ഞാൻ നഖം നീട്ടാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുന്ന സമയത്ത് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യും, അത്രയേ ഉള്ളൂ. നെയിൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ 1-2 നിൽക്കത്തുള്ളൂ. 2 ആകുമ്പോഴത്തേക്കും തന്നെ അത് തീർന്നു പോകും, അതിൻ്റെ കാലാവധി കഴിയും. അപ്പം ഇന്ന് നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോകണം. ബിക്കോസ് ഇറ്റ്സ് ഗ്രാജുവേഷൻ, ഇറ്റ്സ് കോൺവക്കേഷൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന കോഴിക്കോടുള്ളൊരു പ്രോ ബ്യൂട്ടി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സലൂണിലാണ് പോണത്. എനിക്ക് അവിടുത്തെ ആൾക്കാരെ അറിയാം. അപ്പോൾ നമ്മളവിടെ പോയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനും അമ്മയും കൂടെ പോകുന്നത്. കൊള്ളാലോ, ഫുൾ ട്രെൻഡിങ് ആണ് മമ്മി. എന്നെ കൊണ്ട് ഡ്രസ്സ് മാറ്റിച്ചു ഗൈസ് അമ്മ. മറ്റേതിട്ടിട്ട് കാണാൻ ഭയങ്കര എന്താ പറയുക, വീട്ടിൽ നിന്ന് എണീറ്റ് പോകുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റിച്ച് ഈ ഷർട്ട് ഇടിപ്പിച്ച്. ഇപ്പം എന്നെ കാണാനായിട്ട് പോലീസിനെ പോലെ ഉണ്ട്. മറ്റേ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട് ഇങ്ങനെ, അതുപോലെ ഉണ്ട് എന്നെ കാണാൻ. ഒരു റെഡ് ഷർട്ടും ഗ്രീൻ പാൻസ് ആയിരുന്നു അടിയിലിട്ടത്. അമ്മ എന്നെ കൊണ്ട് ടോപ്പ് മാറ്റിച്ചു. ഞാൻ സ്റ്റൈലാന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചില്ല. ഇതിൻ്റെ സ്റ്റൈലൊന്നും ശരിയല്ല എന്നിട്ട് എന്നെ കൊണ്ട് മാറ്റിച്ചു. Kimia, say hi. Kimia. Hello. I'll be filming in between, okay? Don't be awkward. ഈ കുട്ടി ഒരു മലയാളീനെയാണ് കെട്ടിയത്. ഐ എം ടെല്ലിങ് യുവർ ലൈഫ് സ്റ്റോറി റൈറ്റ് നൗ. ഒരു From Iran. ഷീസ് ഫ്രം ഇറാൻ. അപ്പം ഇറാനിൽ നിന്നൊരു മലയാളി, ഒരു മലയാളി ചെക്കനെ കല്യാണം കഴിച്ചാണ് ഇവിടുന്ന് കോഴിക്കോട്. സോ ഇപ്പോൾ ഇവിടെയാണ്, ഇവിടെ പ്രോ ബ്യൂട്ടി മാസ്റ്റേഴ്സിൻ്റെ ഫുൾ നെയിൽ എക്സ്റ്റൻഷനൊക്കെ നോക്കുന്ന കിമ്മിയാണ്. നല്ല പേരല്ലേ കിമ്മിയ, നമുക്ക് വേണമെങ്കിൽ കിം എന്ന് വിളിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് ചേട്ടൻ കിമിയനെ കുറേ നേരമായി നോക്കിക്കൊണ്ടിരുന്നിട്ട്. കിമിയെ ഭയങ്കര സുന്ദരിയാണ് കാണാൻ. എനിക്ക് കിമിയനെ ഇതിനു മുമ്പ് അറിയാം, ഞാൻ ഇതിനു മുമ്പേ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിധിയായിരുന്നു, ഞങ്ങളുടെ അവിടെ തന്നെ ഉള്ളായിരുന്നു കൊച്ചാണ്. എന്നിട്ട് പിന്നെ ഇത് നെയിൽ എക്സ്റ്റൻഷൻ്റെ മെയിൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നഖം നീട്ടിയിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ നഖം നീട്ടിയിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു നഖം മുറിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ നഖം നീട്ടി നിർത്തിയിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കോൺവക്കേഷൻ അല്ലേ, നഖമൊക്കെ കുറച്ച് രസത്തിൽ കിടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ പണിക്ക് വന്നത്. പിന്നെ കുറേ നേരം കിമ്മിയുടെ ലൈഫ് സ്റ്റോറി കേട്ടു, ലവ് സ്റ്റോറി പറഞ്ഞു, എങ്ങനെയാണ് ഇറാനിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു. കിമ്മിയുടെ ഫുൾ സ്റ്റോറിയൊക്കെ പറഞ്ഞു, കുറേ നേരം പുള്ളിക്കാരോട് സംസാരിച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നെയിലിൻ്റെ കളറും സെലക്ട് ചെയ്യുമായിരുന്നു. അത് പോസ് ചെയ്യാൻ ഇതിപ്പോൾ നെയിൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ജെല്ല് വെച്ചിട്ട് ബൾജ് പേപ്പിച്ച് ഷേപ്പാക്കും.
എന്നിട്ട് പിന്നെ അതിങ്ങനെ എന്താ പറയുക നൈസാക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഇത് ഹീറ്റ് ചെയ്യും. ഇത് അൾട്രാ ഇത് മറ്റേ നമ്മുടെ യു വി റേസ് വെച്ചിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ജെല്ല് കേട്ടോ, യു വി റേസ് വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, സോ ദാറ്റ് അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജെല്ല് വെച്ച് നമ്മൾ നഖമൊക്കെ നല്ല വൃത്തിക്കാക്കിയിട്ട് പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെക്കും യു വി റേസിൻ്റെ അടിയിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. നല്ല രസമാണിത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഫുൾ പിന്നെയും പോളിഷ് ചെയ്ത് എൻ്റെ അമ്മയത് അവിടെ വെറുതെ ഇരിപ്പുണ്ട്, പോളിഷ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത കളറ് റെഡായിരുന്നു. ഓക്കെ, അതാണ് ഞങ്ങൾ ഓർത്തത്. അപ്പം നമ്മൾ റെഡ് ആൻഡ് സിൽവറാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡ് ആൻഡ് സിൽവറാണ് ചെയ്യുന്നത്. ഓംബ്രെ ആയിട്ട് ചെയ്യാമെന്നാണ് ഓർത്തേക്കുന്നത്. സോ അത് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഓംബ്രെ സ്റ്റൈലാണ് ചൂസ് ചെയ്തത്. ഓംബ്രെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിൽ നിന്ന് വേറൊരു കളറിലേക്ക് മേർജ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ റെഡ് ആണെങ്കിൽ, റെഡും ബ്ലാക്കും ആണെങ്കിൽ റെഡിൽ നിന്ന് അലിഞ്ഞ് ചേർന്ന് ബ്ലാക്ക് ആവുന്ന പോലെ, അതാണ് ആ ഒരു ഷെയ്ഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഓർത്തു റെഡും സിൽവറും വെക്കാം. ഈ റെഡ് മാത്രം ഇട്ടിട്ട് തന്നെ എന്ത് രസമായിരുന്നു എന്നറിയാമോ, ഭയങ്കര രസമായിരുന്നു. നമ്മുടെ നഖം അങ്ങനെ റെഡിയായി, നെയിൽസ് റെഡിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിമിയ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനത്തേക്ക് ഞാൻ ഓർത്തു ഞാൻ കിമിയും കൂടെ ഒരു ഫോട്ടോ എടുത്തേക്കാം. കിമിയുടെ കൈ നഖം കണ്ടോ, അത് കിമിയുടെ ഒറിജിനൽ നെയിൽസാണ്. ഭയങ്കര രസമാണ്. കഴിഞ്ഞു. ഇനി ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാം. എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ.